Today we are starting with a new subject, Foundations of Data Science. നമുക്കറിയാം ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വളർന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് സപ്പോർട്ട് വേണ്ട ഒരു മേഖല എന്ന് പറയുന്നത് ഡേറ്റാ സയൻസ് ആണ്. അതായത് ഒരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഒരു മെഷീൻ ഒരു ഹ്യൂമാൻ സ്പെസിഫിക് ആയിട്ട് മനുഷ്യർ ചെയ്യുന്നൊരു കാര്യം മെഷീനെ കൊണ്ട് നമ്മൾ ചെയ്യിക്കുന്ന സമയത്ത് അതിന് ഇൻ്റലിജൻസ് കൊടുക്കുന്നത് നമ്മുടെ കുറേ പ്രീവിയസ് ഡേറ്റകളുടെ സഹായത്തോടെയാണ്. അതുകൊണ്ട് തന്നെ ഡേറ്റാ സയൻസ് എന്ന് പറയുന്ന ഒരു ശൃംഖലയ്ക്ക് വളരെയധികം AI പ്രാധാന്യമുണ്ട്. ഓക്കെ, സോ ഇത് ഈ സീക്വൻസ് ഓഫ് വീഡിയോസ് ആക്ച്വലി ഒരു ഇൻട്രഡക്ഷൻ ടു ഡേറ്റാ സയൻസ് എന്ന ഫൗണ്ടേഷൻസ് ഓഫ് ഡേറ്റാ സയൻസ് എന്ന KTU 2019 സ്കീമിലെ S5 കുട്ടികളുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഡേറ്റാ സയൻസിലെ കുട്ടികളുടെ സിലബസിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഈ വീഡിയോസ് ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ഫസ്റ്റ്ലി വി ആർ കമ്മിങ് ടു ഇമ്പോർട്ടൻസ് ഓഫ് ഡേറ്റാ സയൻസ്. എന്താണ് ഡേറ്റാ സയൻസിൻ്റെ ആവശ്യകത? നമുക്കറിയാം, ഡേറ്റ എന്ന് പറഞ്ഞാൽ അതൊരു ഫാക്റ്റാണ്, അല്ലെങ്കിൽ അതിനൊരു ഇൻഫർമേഷൻസ് എന്ന് നമുക്ക് പറയാം. ഡേറ്റ പല രീതിയിലുണ്ട്. ഡേറ്റ ഒരുപാട് രീതിയിൽ ജനറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതായത് സെക്കൻഡുകൾക്കുള്ളിൽ ഒരുപാട് മില്യൺസ് ഓഫ് ഡേറ്റ ഈസ് ആക്ച്വലി ബീൻ ജനറേറ്റഡ്. ദാറ്റ് മേ ബി വയ വേരിയസ് ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ്, അല്ലെങ്കിൽ ഏത് മേഖലയിലെടുത്താലും. ഇപ്പോൾ നമുക്കൊരു സോഷ്യൽ മീഡിയ വെബ്സൈറ്റ് എടുത്തോട്ടെ, ഇപ്പോൾ നമ്മളൊക്കെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഒരുപാട് ഉപയോഗിക്കുന്നവരാണല്ലേ. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ കമ്മ്യൂണിക്കേഷൻസ് എവരി സെക്കൻഡ്സ് മില്യൺസ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ് ജനറേറ്റിംഗ് അല്ലേ. അപ്പോൾ ഇതൊക്കെ ആക്ച്വലി ഡേറ്റയുടെ കുറേ സോഴ്സസ് ആണ്. സോ വി നോ ദ ഡേറ്റ ഈസ് ജനറേറ്റിംഗ് വയ വേരിയസ് മീൻസ്. അപ്പോൾ ഇങ്ങനെയുള്ള ഡേറ്റ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ സ്ട്രക്ചേർഡ് ഡേറ്റയാവാം, അല്ലെങ്കിൽ അൺസ്ട്രക്ചേർഡ് ഡേറ്റയാവാം. അപ്പോൾ ഈ രണ്ട് ഡേറ്റ എന്താണെന്നുള്ളത് ഞാൻ കമ്മിങ് സ്ലൈഡ്സിൽ ഞാൻ പറയാം. അപ്പോൾ ഇത്രയും ഓർത്തിരിക്കുക, നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റിയിൽ ലോട്ട്സ് ഓഫ് ഡേറ്റ ആർ ബീങ് ജനറേറ്റഡ്. അപ്പോൾ ഈ ഡേറ്റയിൽ നിന്ന് വി ക്യാൻ വിഷ്വലൈസ് വാട്ട് ദ ആക്ച്വൽ സ്റ്റാറ്റസ് ഓഫ് ദ ഡേറ്റ ഈസ് ആൻഡ് വാട്ട് ഡിസിഷൻസ് വി ഹാവ് ടു ടേക്ക്. അതായത് പ്രീവിയസ് ആയിട്ട് നമ്മുടെ കയ്യിലുള്ള ഡേറ്റകൾ സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ ഒരു പുതിയ പാറ്റേൺ ഓഫ് ഡേറ്റ വരുമ്പോൾ വാട്ട് വി ഹാവ് ടു ഡു എന്നുള്ളൊരു ഇൻ്റലിജൻസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതാണ് ആക്ച്വലി നമ്മൾ മെഷീൻസിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഡേറ്റാ സയൻസ് എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് എ ഡൊമൈൻ ഓഫ് സ്റ്റഡി. ഇറ്റ് ആക്ച്വലി ഡീൽസ് വിത്ത് വാസ്റ്റ് വോളിയം ഓഫ് ഡേറ്റ യൂസിങ് മോഡേൺ ടൂൾസ് ആൻഡ് ടെക്നിക്സ് ടു ഫൈൻഡ് unseen patterns, derive meaningful information and make business decision. അതായത് ഡേറ്റാ സയൻസ് എന്ന് പറയുന്ന ഡൊമൈൻ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് യൂസിങ് എ വാസ്റ്റ് എമൗണ്ട് ഓഫ് ഡേറ്റ. ആ ഡേറ്റയെ മോഡേൺ ടൂൾസ് ആൻഡ് ടെക്നിക്സ് വെച്ചിട്ട് പ്രോസസ്സ് ചെയ്ത് പുതിയതായിട്ട് എന്തെങ്കിലും ഒരു അൺസീൻ പാറ്റേൺസ് വരുമ്പോൾ അതിനെ കണ്ടുപിടിക്കാനും, അതുപോലെ ഉള്ള ഡേറ്റയിൽ നിന്ന് മീനിങ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് എക്സ്ട്രാക്റ്റ് ചെയ്യാനും, അങ്ങനെ ബിസിനസ് ഡിസിഷൻസ് എടുക്കാനും സഹായിക്കുന്ന ഒരു ഡൊമൈൻ ഓഫ് സ്റ്റഡിയാണ് ഡേറ്റാ സയൻസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്ക് മാർക്കറ്റ് ബാസ്ക്കറ്റ് അനാലിസിസ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോകാമെന്ന് വിചാരിക്കാം. അപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ പോകുന്ന സമയത്ത് ഓഫൺ നമ്മൾ സിംഗിളായിട്ട് താമസിക്കുന്നവരോ, അല്ലെങ്കിൽ അങ്ങനെ നമ്മുടെ ഒരു ഓഫീസ് ജോബ്സൊക്കെ ആയിട്ട് നമ്മൾ ബിസി ലൈഫ് ഷെഡ്യൂൾ ഉള്ളവരാണെങ്കിൽ മോസ്റ്റ് ഓഫ് ദം ഈസ് ഹാവിങ് ബ്രെഡ് ആസ് ദ ബ്രേക്ക്ഫാസ്റ്റ്, റൈറ്റ് അല്ലേ. അപ്പോൾ യൂഷ്വലി നമ്മൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ ബ്രെഡ് പർച്ചേസ് ചെയ്യും. അതിൻ്റെ കൂടെ ഒബ്വിയസ്ലി ഒന്നുകിൽ ബട്ടർ, അല്ലെന്നുണ്ടെങ്കിൽ ചീസായിരിക്കും എടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നമ്മളൊരു പാല് വാങ്ങിക്കുന്നുണ്ടാകും കൂടെ അല്ലേ. എന്താണെങ്കിലും രാവിലത്തേക്ക് പാല് വാങ്ങിക്കും. അപ്പോൾ ഈ ബ്രെഡ് ബട്ടർ കോമ്പിനേഷൻ, അല്ലെങ്കിൽ ബ്രെഡ് ജാം കോമ്പിനേഷൻ, അല്ലെങ്കിൽ ബ്രെഡ് മിൽക്ക് കോമ്പിനേഷൻ, ഇതൊക്കെ ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ ആക്ച്വലി ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി എടുക്കുന്ന സമയത്ത് നമുക്കുള്ള ഡേറ്റ എന്ന് വെച്ചാൽ കുറേ കസ്റ്റമേഴ്സ് വന്ന് എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിച്ചു എന്നൊരു ഡേറ്റ ആയിരിക്കും ഒരു സൂപ്പർ മാർക്കറ്റിനെ സംബന്ധിച്ച് ഉള്ള ഡേറ്റ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കസ്റ്റമർ ഡേറ്റ അനാലിസിസ് ചെയ്ത് കഴിയുമ്പോൾ ഈ അനാലിസിസിൽ നിന്നൊരു പാറ്റേൺ നമുക്ക് മനസ്സിലാവുകയാണ്. 100 പേര് ബ്രെഡ് വാങ്ങിച്ചതിൽ അതിൽ 90 പേരും ഒന്നുകിൽ പാല് വാങ്ങിച്ചിട്ടുണ്ട്,
അല്ലെന്നുണ്ടെങ്കിൽ ബട്ടർ വാങ്ങിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ജാം വാങ്ങിച്ചിട്ടുണ്ട്. ഈ ഒരു പാറ്റേൺ ഒരു ഹിഡൻ പാറ്റേൺ ആയിരുന്നു അത്. യൂഷ്വലി നമുക്ക് പെട്ടെന്ന് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നതല്ല. പക്ഷെ ഈ ഡേറ്റ പഠിച്ചു കഴിഞ്ഞപ്പോൾ, ഈ ഹിസ്റ്റോറിക് ഡേറ്റ പഠിച്ചു കഴിഞ്ഞപ്പോൾ ഇങ്ങനൊരു പാറ്റേൺ മനസ്സിലായി. അപ്പോൾ ഇതൊരു ഡേറ്റ അനാലിസിസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതൊരു ഡേറ്റ സയൻസിൻ്റെ ഒരു ആപ്ലിക്കേഷനായിട്ട് നമുക്ക് പറയാം. അതാണ് ഇവിടെ പറഞ്ഞത്. ഇറ്റ് ഈസ് യൂസിങ് വാസ്റ്റ് വോളിയൂംസ് ഓഫ് ഡേറ്റ ആൻഡ് യൂസിങ് മോഡേൺ ടൂൾസ് ആൻഡ് ടെക്നിക്സ് വി ആർ ഫൈൻഡിങ് സം അൺസീൻ പാറ്റേൺസ് ദെൻ ഡിറൈവ് മീനിങ് ഇൻഫർമേഷൻ. അപ്പോൾ നമുക്ക് മീനിങ് ആയിട്ടൊരു ഇൻഫർമേഷൻ കിട്ടി. ഇതൊരു ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് പാറ്റേൺ ആണ്, ഫ്രീക്വൻ്റ്ലി ബൈയിങ് പാറ്റേൺ ആണ് എന്ന് നമുക്ക് കിട്ടി. അതിന് ബേസ് ചെയ്തിട്ട് ബിസിനസ് ഡിസിഷൻസും എടുക്കാൻ പറ്റി. അതായത് അപ്പോൾ സൂപ്പർ മാർക്കറ്റ് ഓണർ എന്ത് വിചാരിച്ചു, ഇതൊക്കെ യൂഷ്വലി എന്നും ഫ്രീക്വൻ്റ് ആയിട്ട് ഒരുമിച്ച് വാങ്ങിക്കുന്ന സാധനങ്ങളാണല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ അടുപ്പിച്ചടുപ്പിച്ച് വെക്കാം. അതായത് ബ്രെഡ് ഇരിക്കുന്നതിൻ്റെ സമീപത്തായിട്ട് തന്നെ ജാമ്, ഇതുപോലെ പാലിൻ്റെ അങ്ങനെ പാല് ബട്ടറൊക്കെ സൂക്ഷിക്കുന്ന ഫ്രീസർ, ഇതൊക്കെ യൂഷ്വലി നിങ്ങൾ ഇനി പോകുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെയായിരിക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? യൂഷ്വലി ബ്രെഡ് വാങ്ങിക്കുന്ന ആൾ മറ്റേത് വാങ്ങിക്കാൻ മറന്നു പോയാലും ഓട്ടോമാറ്റിക്കലി അയാൾ അതവിടെ നിന്ന് എടുക്കും. അല്ലെങ്കിൽ കുറച്ച് ബട്ടർ ബാക്കിയുണ്ട്, എന്നാലും നമ്മളൊരു എക്സ്ട്രാ ആയിട്ട് വീണ്ടും നമ്മളൊരു ബട്ടർ അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതുവഴി കൂടുതൽ ബിസിനസ് ഉണ്ടാക്കാൻ ആർക്ക് പറ്റും? ഷോപ്പ് കീപ്പറിന് പറ്റും. അതൊരു ബിസിനസ് ഡിസിഷനാണ്. അപ്പോൾ ഇത് ആക്ച്വലി ഇതൊരു ഡേറ്റയുടെ അനാലിസിസിൽ നിന്ന് കിട്ടിയ ഒരു സ്റ്റഡിയിൽ നിന്ന് കിട്ടിയ ഒരു ഔട്ട്പുട്ടാണ്. അത് വെച്ചിട്ട് ഒരു ബിസിനസ് ഡിസിഷൻ എടുക്കാൻ പറ്റുന്നു. ഇതൊരു സിമ്പിൾ എക്സാമ്പിൾ. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഡേറ്റയെക്കുറിച്ചിട്ടുള്ള സ്റ്റഡി, അതുപോലെ ആ ഡേറ്റ വെച്ചിട്ട് നമുക്ക് മീനിങ് ഇൻഫർമേഷൻസ് റിട്രീവ് ചെയ്തെടുക്കാൻ പറ്റുക, അത് വെച്ചിട്ട് ബിസിനസ് ഡിസിഷൻസ് എടുക്കാൻ പറ്റുക. സോ ഓൾ ദീസ് ടുഗദർ ആർ ആക്ച്വലി ദ ഡൊമൈൻ ഓഫ് ഡേറ്റ സയൻസ്. ഓക്കെ, അപ്പോൾ ഈ ഡേറ്റ സയൻസ് എന്ന് പറയുന്നത് ഒരു മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ചാണ് വിച്ച് കമ്പൈൻസ് സോ മെനി ഏരിയാസ്. അതായത് ഇതിനകത്ത് മാത്തമാറ്റിക്സ് ഉണ്ട്, സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ട്, അതുപോലെ കമ്പ്യൂട്ടർ എഞ്ചിനീയറിങ്ങിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടി ചേർന്ന ഒരു മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ചിനെയാണ് നമ്മൾ ഡേറ്റ സയൻസ് എന്ന് പറഞ്ഞാൽ. അതായത് ഇപ്പോൾ ഇങ്ങനെയുള്ള ഡേറ്റ, നമ്മളിപ്പോൾ ന്യൂമറിക്കൽ ഡേറ്റയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ആ ഡേറ്റയെ അനലൈസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ മീൻ കണ്ടുപിടിക്കേണ്ട ആവശ്യം വരും ചിലപ്പോൾ. അതായത് ആ ഒരു ന്യൂമറിക്കൽ ഡേറ്റയാണെങ്കിൽ ആ ഡേറ്റയുടെ ആവറേജ് എടുത്തിട്ട് നമുക്ക് കമ്പ്യൂട്ട് ചെയ്ത് എന്തെങ്കിലും കണ്ടുപിടിക്കേണ്ട ആവശ്യം വരാം. അപ്പോൾ നമുക്കവിടെ സ്റ്റാറ്റിസ്റ്റിക്സ്, മാത്തമാറ്റിക്കൽ കോൺസെപ്റ്റ്സ്, പ്രോബബിലിറ്റി നമുക്ക് ആവശ്യം വരാം. ഓക്കെ, ഡേറ്റാബേസ് കോൺസെപ്റ്റ്സ് നമുക്ക് ആവശ്യം വരാം. അതൊക്കെ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് പ്രിൻസിപ്പിൾസിൻ്റെ ബേസാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ അപ്രോച്ചസിൻ്റെ മൾട്ടി ഡിസിപ്ലിനറി ആയിട്ടുള്ള കുറേ സബ്ജക്റ്റുകളുടെ ഒരു കളക്ഷന് നമുക്ക് ഡേറ്റാ സയൻസ് എന്ന് പറയാം. ഇനി എന്താണ് ഡേറ്റാ സയൻസിൻ്റെ ആപ്ലിക്കേഷൻ? ഡേറ്റാ സയൻസിൻ്റെ ആപ്ലിക്കേഷൻ എവിടെയൊക്കെയാണ് വരുന്നതെന്നുള്ളതാണ്. അത് നമുക്ക് ജനറലി പറയുവാണെങ്കിൽ ഡേറ്റാ സയൻസ് ഈസ് ആക്ച്വലി യൂസ്ഡ് ഫോർ ടാർഗറ്റഡ് അഡ്വർടൈസിങ്. ഡേറ്റാ സയൻസ് ഈസ് യൂസ്ഡ് ഫോർ ഇൻ്റർനെറ്റ് സെർച്ച്, അതുപോലെ ഇ-കൊമേഴ്സ് ആപ്ലിക്കേഷനിൽ, എഡ്യൂക്കേഷനിൽ, അതുപോലെ തന്നെ വീഡിയോ സ്ട്രീമിങ്ങിൽ, ഇവിടെയൊക്കെ ഡേറ്റാ സയൻസിൻ്റെ ആവശ്യം വരുന്നുണ്ട്. അതായത് ഇപ്പോൾ വീഡിയോ സ്ട്രീമിംഗ് തന്നെ എടുക്കുക. ഇപ്പോൾ നമ്മളൊക്കെ OTT പ്ലാറ്റ്ഫോംസിൽ ഫിലിം കാണുന്നവരാണല്ലേ. അപ്പോൾ നിങ്ങൾ നെറ്റ്ഫ്ലിക്സിൽ നിങ്ങൾ യൂഷ്വലി കാണുന്ന ഒരു ഫിലിം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് കോമഡി ടൈപ്പ് ഫിലിമാണെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ ഒരു കോമഡി ഫിലിംസ് കാണുന്ന ആളാണെന്നുണ്ടെങ്കിൽ യൂഷ്വലി അങ്ങനെ ഒരു ട്രെൻഡിങ് പാറ്റേൺ നെറ്റ്ഫ്ലിക്സിൻ്റെ അൽഗോരിതം തന്നെ അനാലിസിസ് നടത്തി കണ്ടുപിടിക്കുന്നുണ്ട്. അത് വെച്ചിട്ട് നമുക്കൊരു റെക്കമെൻഡേഷൻ തരും. ഒരു കോമഡി മൂവി ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഒരു റെക്കമെൻഡേഷൻ ലിസ്റ്റിലേക്ക് നമുക്ക് അങ്ങനെയുള്ള മൂവീസ് നമ്മുടെ ഡാഷ്ബോർഡിലേക്ക് പുഷ് ചെയ്യും അല്ലേ. അപ്പോൾ അവിടെയൊക്കെ സംഭവിക്കുന്നത് എന്താ? പ്രീവിയസ് ഡേറ്റ വെച്ചിട്ട്, ഡേറ്റ ഹിസ്റ്ററി വെച്ചിട്ട് ആ ഒരു പാറ്റേൺ അനാലിസിസ് നടത്തുക ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഡേറ്റാ സയൻസിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അതുപോലെ നോക്കിയാൽ ഇ-കൊമേഴ്സ് ആപ്ലിക്കേഷൻ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ആമസോണിൽ നമ്മളൊരു ബാഗ് വാങ്ങിച്ചു എന്ന് വിചാരിക്കട്ടെ. അപ്പോൾ ആ ബാഗ് വാങ്ങിക്കേണ്ട, ഞാൻ സെർച്ച് ചെയ്തതേ ഉള്ളൂ. പക്ഷേ പിറ്റേ ദിവസം നല്ല കളക്ഷൻസ് ഓഫ് ബാഗ് വീണ്ടും ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡാഷ്ബോർഡിൽ നമുക്ക് കുറേ റെക്കമെൻഡേഷൻ ഇതിൻ്റെ ബാഗ്, അല്ലെങ്കിൽ ബാഗ് ഇഷ്ടപ്പെടുന്ന ആൾ ഓട്ടോമാറ്റിക്കലി പൗച്ചും കൂടി ഇഷ്ടപ്പെടുന്ന ആളാവാനാണ് ചാൻസ്. അപ്പോൾ അങ്ങനത്തെ റിലേറ്റഡ് ആയിട്ടുള്ള പൗച്ചസിൻ്റെ
അഡ്വർടൈസ്മെൻറ്റ്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളായിരിക്കും നമുക്ക് റെക്കമെൻഡേഷനായിട്ട് നമ്മുടെ ഡാഷ്ബോർഡിൽ കിട്ടുന്നുണ്ടാവുക. അതും ഡേറ്റാ സയൻസിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്. അതായത് അവിടെ ഉള്ള ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ സാംസങ്ങിൻ്റെ ഒരു ഫോൺ നിങ്ങൾ വാങ്ങിച്ചു എന്നിരിക്കട്ടെ. അപ്പോൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം മിക്കവാറും നമ്മുടെ ഡാഷ്ബോർഡിൽ നമുക്കുള്ള റെക്കമെൻഡേഷൻ അതിൻ്റെ ആക്സസറീസ് ആയിരിക്കാം. ചിലപ്പം ബ്ലൂടൂത്ത് പെയർ ആയിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഹെഡ്സെറ്റ് ആവാം, അല്ല ചാർജർ ആവാം, അങ്ങനത്തെ കുറേ കോമ്പിനേഷണൽ ഐറ്റംസ്. വൈ ഇറ്റ് ഈസ് സീയിങ് ഈസ്, ഇപ്പോൾ ഒരു 100 പേര് സാംസങ്ങിൻ്റെ ഫോൺ പർച്ചേസ് ചെയ്തു എന്ന് വിചാരിക്കട്ടെ. ഈ 100 പേര് പർച്ചേസ് ചെയ്തതിൽ മിക്കവാറും ഒരു 50 to 60 പേരും അതിൻ്റെ ആക്സസറീസ്, ഇതുപോലെയുള്ള എന്തെങ്കിലും ഒരു ആക്സസറീസ് കൂടെ കമ്പൈൻ ചെയ്ത് വാങ്ങിയിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഒരു ഹിസ്റ്ററി ഓൾറെഡി ആമസോണിൻ്റെ ഡേറ്റാബേസിലുണ്ട്. അതുകൊണ്ട് ഈ അൽഗോരിതം എന്താ ചെയ്യുന്നത്, അതായത് ഈ 100 പേരിൽ 50 പേരും അല്ലെങ്കിൽ 60 പേരും ഇത് വാങ്ങിച്ചു. സോ ഇപ്പോൾ നമ്മൾ പുതിയൊരാൾ വാങ്ങിച്ചപ്പോൾ ഇയാളും ഈ ആക്സസറീസ് വാങ്ങിക്കാനുള്ള ചാൻസ് കൂടുതലാണ് എന്നൊരു പ്രഡിക്ഷൻ അൽഗോരിതം വർക്ക് ഓൺ ചെയ്യും. അപ്പോൾ അതിന് ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഡാഷ്ബോർഡിലേക്ക് ഇങ്ങനെയുള്ള റെക്കമെൻഡേഷൻസ് തരുന്നത്. ഓക്കെ. അപ്പോൾ ഇങ്ങനെ എല്ലാ ഫീൽഡിലും തന്നെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു യൂട്യൂബ് എടുക്കുക, യൂട്യൂബ് ചാനലിൽ അഡ്വർടൈസ്മെൻറ്റ് വരുന്നുണ്ട് അല്ലേ. ഇപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിലാണെങ്കിൽ എൻ്റെ ഈ ചാനൽ മജോറിറ്റി യൂസ് ചെയ്യുന്നത് 18 to 24 വയസ്സ് വരെയുള്ള ആൾക്കാരാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ചാനലിൽ വരുന്ന അഡ്വർടൈസ്മെൻ്റ് എന്ന് പറയുന്നത് മജോറിറ്റി ഈ 18 to 24 ഇയേഴ്സ് ഓഫ് ഏജിന് ആപ്ലിക്കബിൾ ആയിട്ടുള്ള അഡ്വർടൈസ്മെൻ്റാണ് മിക്കവാറും വരിക. ചിലപ്പോൾ ചില കോഴ്സിൻ്റെ, പ്രത്യേകിച്ച് ഇതൊരു അക്കാദമിക് ചാനലായതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു കോഴ്സിൻ്റെ പരസ്യമാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയുടെ ബിടെക് കോഴ്സുകളുടെ പരസ്യമാവാം, അല്ലെങ്കിൽ ഈവൻ ഫാഷൻ ട്രെൻഡ്സ് തന്നെ വരാറുണ്ട്. അതായത് ഒരു 18 to 24 കുട്ടികളിൽ ഉള്ള ഇപ്പം മാക്സിൻ്റെ പരസ്യം, അപ്പോൾ അങ്ങനത്തെയൊക്കെ അഡ്വർടൈസ്മെൻറ്റാണ് വരുന്നത്. അപ്പോൾ അവിടെയും ഒരു യൂട്യൂബ് അൽഗോരിതം ആക്ച്വലി വർക്കിംഗ് ഓൺ ഹിസ്റ്റോറിക്കൽ ഡേറ്റ. മാത്രമല്ല ആ ഒരു അനാലിസിസ്, ആ ഡേറ്റ അനാലിസിസിലൊരു പാറ്റേൺ കണ്ടുപിടിക്കുകയാണ്. അതായത് ഈ ഏജ് ഗ്രൂപ്പ് വെച്ചിട്ട്, ഈ ഏജ് ഗ്രൂപ്പാണ് കൂടുതൽ ആൾക്കാരും ഈ ചാനൽ കാണുന്ന ആൾക്കാർ, അതുകൊണ്ട് ഈ ഏജ് ഗ്രൂപ്പിന് പറ്റുന്ന രീതിയിൽ അങ്ങനെയുള്ളവർ വാച്ച് ചെയ്ത ട്രെൻഡ്സ് ഉള്ള എന്തൊക്കെയാണ് വീഡിയോസ് ഉള്ളത്, അഡ്വർടൈസിങ് റെക്കമെൻഡേഷൻസ് എന്തൊക്കെയാണോ ഉള്ളത്, അതനുസരിച്ചിട്ട് ഓട്ടോമാറ്റിക്കലി ആ അഡ്വർടൈസ്മെൻറ്റ് പുഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻസ്, അതായത് എല്ലാ ഏരിയയിലും തന്നെ ഡേറ്റാ സയൻസിൻ്റെ ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഓക്കെ. സോ ദിസ് ഈസ് എൻ ഇൻട്രഡക്ഷൻ to what is data science and what is the application of data science. അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡേറ്റ എന്താണ്, സ്ട്രക്ചേർഡ് ഡേറ്റ എന്താണ്, അൺസ്ട്രക്ചേർഡ് ഡേറ്റ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് കാണാം കേട്ടോ. ഓക്കെ, then thank you so much.